എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെ മനസ്സും ശാന്തമാണ് എന്ന് വിചാരിക്കുന്നു. ഒരു മോളുടെ കൃഷ്ണാനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അമ്മയാണെന്ന് തോന്നുന്നു അയച്ചു തന്നത്. അതിൽ ചെറിയ കാര്യമാണെങ്കിലും വലിയ ഒരു സുഖമുണ്ട് ആ കൃഷ്ണാനുഭവം കേൾക്കുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ അമ്മ ചോറ് വെച്ചിരുന്നു. ചോറ് വെച്ചപ്പോൾ ചോറ് ആ ദിവസം കരിഞ്ഞു പോയി. അടിയിൽ പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കരിഞ്ഞു പോയി. അപ്പോൾ അമ്മയില്ലായിരുന്നു വീട്ടിൽ. അപ്പം മോള് നോക്കുമ്പോൾ ചോറിൻ്റെ ഒരവസ്ഥ അതായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ മോൾക്ക് വിശക്കാൻ തുടങ്ങി. നല്ലവണ്ണം വിശന്നു. വീട്ടിൽ വേറെ ഒന്നുമില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല, കഴിക്കാൻ ചോറ് കഴിച്ചിരുന്നോളാൻ. അങ്ങനെ കണ്ണനോട് പ്രാർത്ഥിച്ചു. ആ കുട്ടി എന്ന് വിശക്കുന്നുണ്ട് കണ്ണ, ഒരു പഴമെങ്കിലും കിട്ടുമോ എന്നുള്ളത് കണ്ണനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അടുക്കളയിലേക്ക് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അവിടെ ആ ഒരു പ്ലേറ്റിൽ ഇതിനു മുമ്പേ കണ്ടിട്ടില്ലായിരുന്നു, 2 പഴം ഇരിക്കുന്നുണ്ട്. ആ പഴം കുട്ടിയെടുത്ത് കഴിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, വളരെ സന്തോഷമായി, കണ്ണൻ എനിക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് എന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് ചെറിയൊരു കാര്യമല്ലേ? ഇത് ചെറിയൊരു കാര്യമല്ലല്ലേ, വലിയൊരു കാര്യമാണ്. വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം, സാമീപ്യം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. ഇപ്പം ത്രിമധുരത്തിലേക്ക് വരുന്ന ഓരോ അനുഭവങ്ങളും അങ്ങനെയാണ്. മനസ്സിന് ചെറിയൊരു സന്തോഷം നൽകുക എന്ന് വെച്ചാൽ നമുക്കതൊരു അനുഭവമാണ്, അതൊരു കൃഷ്ണാനുഭവം തന്നെയാണ്. നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കട്ടോ ഇത്തരം അനുഭവങ്ങളൊക്കെ. പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് മുകളിലെ ഫോട്ടോ വഴി വാങ്ങാവുന്നതാണ്. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാവുന്നതാണ്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.